നീയും നിന്റെ മമ്മിയും പോയി കിടക്കടി അവിടെ. നല്ല അടി വെച്ച് തരും ഞാൻ. അങ്ങനെ രണ്ടുപേരും ചാണകത്തിലൊന്ന് കിടന്ന് ഉറങ്ങ്. ആ മുത്ത് അനുഭവിച്ച വേദന നിങ്ങളും അറിയണം. അവളെ ഇത്രമാത്രം കഷ്ടപ്പെടുത്താൻ എന്ത് തെറ്റാണ് അവൾ ചെയ്തത്? വേണ്ട, നീ കള്ളക്കരച്ചിൽ കരയില്ലേ? മിണ്ടാതെ അവിടെ നിന്നോണം. കണക്കായി പോയി. എല്ലാത്തിനും നീയും കൂട്ടിനുണ്ടെന്നേ എനിക്കറിയാം. നീ കൂടി അവിടെ കിടന്നോ? ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നു? എല്ലാത്തിനും ഒരു കള്ളക്കരച്ചില്. നശിച്ച കൊതുക് പോവതിരി അവിടുന്ന്. മണിമണി വിഷമിക്കണ്ട കേട്ടോ, ഞാനേ അച്ഛനോട് ഇപ്പൊ തന്നെ പറയാം. വേഗം പറ മുത്തേ, ഇവിടെ നന്നായി കൊതുക് കടിക്കുന്നുണ്ട്. എനിക്ക് കൊതുക് കടിച്ചാലേ അലർജി ആണെന്ന് നിനക്കറിയൂലേ? പെട്ടെന്ന് തന്നെ പോയിട്ട് അച്ഛനോട് പറയണം. പാവം മണിമോള്, മമ്മിയും ഒക്കെ പാവം. ഒരുപാട് കൊതുക് കടി ഉണ്ടാകും അവിടെ. നീ അവിടെ ഒന്ന് നിന്നേ. വേണ്ട ആന്റി, അവള് പോയി പറയട്ടെ. എന്താ ചെറിയമ്മേ? മമ്മി, നീ ഒന്ന് മിണ്ടാതിരിക്കുമ്പോഴോ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്താ ചെറിയമ്മേ? ഞാൻ അച്ഛനോട് ഇപ്പൊ തന്നെ പറയാം ചെറിയമ്മേ. മുത്തശ്ശനോടും പറയാം. രണ്ടുപേരോടും പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. ഓ, നീയും നിന്റെ ഒരു മുത്തശ്ശനും നിന്റെ ഒരു അച്ഛനും. ആരാടി നീ ഇവിടെ തൊഴുത്തിൽ കിടന്ന കാര്യം അവരോട് പറഞ്ഞു കൊടുത്തത്? അയ്യോ മമ്മി, ഇപ്പൊ നമുക്ക് ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടണ്ടേ, എന്നിട്ടല്ലേ ബാക്കി കാര്യം. അതെ ആന്റി, മണിമോൾ പറഞ്ഞത് പോയിന്റാണ്. എടി വാ, പൊളിച്ച് നിൽക്കാതെ പറയടി, നീ ഇവിടെ കിടന്ന കാര്യം അവർക്ക് എങ്ങനെ അറിഞ്ഞെന്ന്? അത് പിന്നെ ഞാൻ കൊൽസ ടീച്ചറല്ലേ പറഞ്ഞു കൊടുത്തത്. എടി, കൊൽസ ടീച്ചർക്ക് എന്താ ദിവ്യശക്തി ഉണ്ടോ? അവരെങ്ങനെ ഇത് അറിഞ്ഞെന്ന്? അത് പെട്ടെന്ന് പറയടി. അത് ഞാനിവിടെ കിടന്നുറങ്ങുമ്പോ രാവിലെ വന്ന് നോക്കിയതാ അവര്. ആര് വന്ന് നോക്കിയെന്നാ? അത് ശിവേച്ചി പാറക്കുട്ടിയും ഒക്കെ വന്നപ്പോ എന്നെ കണ്ടതാ. അല്ലാതെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവരാ എന്നോട് ഇവിടെയാ കിടന്നെന്ന് ചോദിച്ചത്. ഹോ, ഒരു സത്യഭാമ. പോടി, നിന്റെ അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിക്കടി ഞങ്ങളെ ഇവിടെ നിന്നും വീട്ടിനകത്തേക്ക് കയറ്റാൻ. നിനക്ക് വെച്ചിട്ടുണ്ടടി ഞാൻ. ഇവിടെ നിന്നൊന്ന് വരട്ടെ. മമ്മി പ്ലീസ്, മമ്മി. കല്ലുമോളെ, ഈ മീമി തിന്നേ. നോ, ഇത് നോക്ക്, ചോറല്ല മീനാണ്. നോ, അപ്പൊ വാ തുറക്ക് മോളെ, ഇത് മീനല്ലേ തരുന്നേ? അല്ല, കല്ലുമോളെ പറ്റിക്കാ. അമ്മമ്മി മേൽക്കുട്ടി പുറത്തന്നെയാണല്ലോ. അല്ലാതെ എന്താ ചെയ്യാ ജമീല? ഒരു തുള്ളി ചോറ് അവളുടെ വയറിനകത്ത് നായി കിട്ടണ്ടേ? അതെന്താ കല്ലുമോളെ, ചോറ് തിന്നാലല്ലേ വലിയ കുട്ടിയാവുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ജമീല. കല്ലു, ചോർക്ക് തിന്നുന്നേ. പിന്നെ എന്താ കല്ലുവിന് വേണ്ടേ? എന്താ നീലോള് പറയണേ? അതുണ്ടല്ലോ ജമീല,
എന്നാലെങ്കിൽ ചോറ് പള്ളിയിൽ പെടുമല്ലോ ഓളെ. അതിന് പുതിയ വീഡിയോ ഇട്ടിട്ടില്ലാന്ന്. ഇനി പുതിയ വീഡിയോ ഇട്ടിട്ട് വേണം. അത് ശരി, നെഹാൻ കാർട്ടൂണില് വീഡിയോ വന്നാലോളോ ഓള് ചോറ് തിന്നോളൂ. കല്ലുമോൾ കുറച്ച് ചോറ് കഴിച്ചാ മതി. ഇത്ര പോകുന്ന കുട്ടികളുള്ള വീട് നല്ല രസമല്ലേ നീലു? അതെ അതെ, വെച്ച് പോയാലേ ഇവിടെ ആളെന്നെ ഉണ്ടാവില്ല. അവൻ ഗൾഫിലായതുകൊണ്ടേ അവൾ ഇവിടെ നിൽക്കണതാ. അല്ല നീലു, സുൽഫിക്കറും പാറക്കുട്ടിയൊക്കെ എവിടെ? ഓല അപ്പുറത്തുണ്ട് ജമീല. നാളെ ആർക്കാ പണി കൊടുക്കാൻ വന്നിട്ടേ അവിടെ നല്ല ചർച്ചയിലാ തോന്നണു. അല്ല നീലു, ഇജ്ജൊരു കാര്യം അറിഞ്ഞോ? ഇല്ല, എന്താ പറ്റി ജമീല? എടി ഇന്നലല്ലേ ഇമ്മയും കുട്ടികളും പോയിട്ടേ അപ്പുറത്തെ നല്ല പ്രശ്നം ഉണ്ടാക്കിക്കണൂന്ന്. എന്ത് പ്രശ്നം? എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എടി ആ മുത്തിനെ ഒരു ദിവസം മുഴുവനും തൊഴുത്തിലാ കിടത്തിയതെന്ന്. മുത്തച്ഛി പാവം. എന്റെ ദൈവമേ, ആ കൊച്ചു കുട്ടിയോട് എന്തിനാണ് ഇത്ര ക്രൂരത? പാവം കുട്ടി, അതിന്റെ അമ്മയില്ലാത്തത് കാരണേ അത് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ആ വീട്ടിൽ. എന്നിട്ട് എന്തായി ജമീല? ഇമ്മാന്റെ ചെവിയിലേ അതെങ്ങനെയാ അറിഞ്ഞിക്കണു. ഇമ്മ പോയിട്ടേ ഓലെ മുത്തച്ഛനോടും അച്ഛനോടും ഒക്കെ പറഞ്ഞു കൊടുത്തുക്കണു. അതെന്തായാലും കുൽസുമാരി ചെയ്തത് നന്നായി. നന്നായിന്ന് പറയാൻ വരട്ടെ, ഇനിയിപ്പോ ആ ചെന്തുകാർത്തി നമ്മളെ നേരേക്കിരിക്കും വരിക. പാവം കുട്ടി, പാവം കുട്ടി. ആ കുട്ടിയുടെ കഷ്ടകാലാ ആ കുട്ടി ആ വീട്ടിൽ തന്നെ ജനിച്ചത്. പഠിച്ചോനി, ഞാൻ പോട്ടെ. എവിടെയാ ചെറുക്കൻ? എടി സുൽഫിക്കറേ, സുൽഫിക്കറേ വേഗം വാ. ഇമ്മാക്കാണെങ്കിലേ വേഗം ഉറങ്ങണം. ലൈറ്റ് ഒക്കെ കെടുത്തിട്ടില്ലെങ്കിലേ ദേഷ്യം വരുന്ന്. നീലു, ഇജ്ജ് അകത്തേക്ക് കയറുമ്പോഴേ ഓന് ഞങ്ങൾ പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞോളാം ജമീല, ഇത് പൊയ്ക്കോ. ഞാൻ പോകണേ, അല്ലെങ്കിൽ ഇമ്മ പറയേ രാത്രി ആയാലും കണ്ണ് കാണൂല, ഇങ്ങനെ തെണ്ടി നടക്കുന്നേ ചോദിച്ചു. മോളെ മുത്തേ. അയ്യോ, എന്റെ മോളെന്തിനാ കരയുന്നേ? അച്ഛന്റെ മുത്ത് വിഷമിക്കല്ലടാ. അതിനായിരുന്നു മോളെ നീ കരഞ്ഞിരുന്നത്? നിന്റെ ഒരു ചെറിയമ്മ, അവളെ ഒറ്റ ഒരുത്തിയാ ആ പെണ്ണിനെ കൂടി നാശമാക്കുന്നത്. എത്രയാന്ന് വെച്ചാ ഇത് കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ച് നടക്കുന്നത്. വെറുതെ ഒരു കുടുംബ വഴക്ക് ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ എല്ലാം ക്ഷമിക്കുന്നത്. അപ്പം അവളങ്ങ് തലയിൽ കയറി നിരങ്ങ. ഒരു ദിവസല്ലേ കുറച്ച് കൊതുകുകടിയൊക്കെ അവര് കൊള്ളട്ടെ. ആ ശിക്ഷ അവർ അർഹിക്കുന്നു. എന്റെ മുത്തിങ് വന്നേ. അച്ഛന്റെ മടി കിടന്ന എന്റെ മോള്. എന്റെ മോളെ അച്ഛന്റെ മടി കിടന്നിട്ട് ഉറങ്ങിക്കോ. എന്റെ മോളും അവളെ പോലെ ഒരു സുന്ദരി തന്നെയല്ലേ. എന്റെ മോളെ എനിക്ക് തന്നിട്ട് അവളങ്ങ് പോയില്ലേ. അതിന് ദൈവം നല്ലവരെ നേരത്തെ കൊണ്ടുപോകും മോളെ. ഇല്ല മോളെ, അച്ഛന് ഇതൊക്കെ ശീലായി പോയി ഇപ്പോ. എന്റെ പൊന്നു മോളൊന്ന് കണ്ണടച്ച് കിടന്ന് ഉറങ്ങിക്കേ.
അമ്മ പാടുന്ന പോലെ പാടാൻ എനിക്ക് അറിയില്ലല്ലോ മുത്തേ.